ഗായ്സ് ഇന്ന് ഹെയർ ക്ലിപ്പ് വെച്ചിട്ടുള്ള ഒരു റീസൈക്കിൾ ഐഡിയ ആണ് കേട്ടോ കാണിച്ചു തരുന്നത്. റീസൈക്കിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ പഴയത് എടുക്കരുത്, പുതിയ ഹെയർ ക്ലിപ്പ് തന്നെ എടുക്കണം. പിന്നെ ടൂളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നെയിൽ കട്ടർ എടുത്തിട്ട് ഒരു ബ്ലൂ കളർ പ്ലാസ്റ്റിക്കിൻ്റെ ബീഡ് എടുത്തിട്ടുണ്ട്. സാധാരണ മുത്തിൻ്റെ മാലൻ്റെ മുത്താണ്, അല്ലാണ്ട് വലിയ ക്രിസ്റ്റലും കാര്യങ്ങളൊന്നുമല്ല. പിന്നെ 3 ജംപ് റിങ്, പിന്നെ ഒരു ഐപ്പിന്, പിന്നെ ഒരു കൊളുത്ത്, കമ്മലുണ്ടാക്കുന്നതിൻ്റെ കൊളുത്ത്, ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വൈറ്റ് കളർ ക്രിസ്റ്റൽ ബീഡ്സ്, ചെറിയ ചെറിയ കുഞ്ഞു ക്രിസ്റ്റൽ ബീഡ്സാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ബീഡ്സ്, സാധാരണ മുത്തിൻ്റെ മാലൻ്റെ ബാക്കിലൊക്കെ ഉണ്ടാവും അരിമണി പോലത്തെ ബീഡ്സ്, അതായാലും യൂസ് ചെയ്താൽ മതി. പിന്നെ ആദ്യം തന്നെ നമ്മൾ ആ ഒരു പിന്നിൻ്റെ അകത്ത് ബ്ലൂ കളർ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഈ ഒരു ക്രിസ്റ്റൽ 8 എണ്ണം ഒരു ഐപ്പിന്നിൻ്റെ അകത്താണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ 2 ഐപ്പിന് നമ്മൾ ഒരു കമ്മലിന് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ജോഡി കമ്മലിന് 4 ഇങ്ങനത്തെ ലൂപ്പ് ഉണ്ടാക്കി എടുക്കണം. ആദ്യം ഇങ്ങനെ മൊത്തം ഫില്ല് ചെയ്താൽ ഇങ്ങനത്തെ രീതിയിലുണ്ടാവുക. അതിനുശേഷം നമ്മൾ നെയിൽ കട്ടർ വെച്ചിട്ട് അതൊരു ലോക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെയിൽ കട്ടർ വെച്ചിട്ട് ചെയ്യാൻ കുറച്ച് പാടാണ്, പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ജ്വല്ലറി മേക്കിംഗ് ടൂൾസൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. എൻ്റെ കയ്യിൽ അതൊന്നുമില്ല. മീഷോ, ഫ്ലിപ്കാർട്ടിലെല്ലാം അത് അവൈലബിൾ ആണ്. കിറ്റായിട്ടും അല്ലാണ്ട് സിംഗിളായിട്ടൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ 2 എണ്ണം ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ ഒരു ക്ലിപ്പിൻ്റെ അകത്ത് നമ്മളൊരു റിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ജംപ് റിങ്, നേരത്തെ കാണിച്ചു തന്നില്ലേ. ആ ഒരു റിങ് നെയിൽ കട്ടറിൻ്റെ സഹായത്തോട് കൂടി തന്നെയാണ് ഇടുന്നത്. അത് ജസ്റ്റ് ഒന്ന് ചെറുങ്ങനെ ലോക്കാക്കി കൊടുക്കുക. ഭയങ്കര തുറക്കാൻ പറ്റാത്ത രീതിയിൽ ലോക്കാക്കരുത്, ചെറുങ്ങനെ ജസ്റ്റ് അതിൻ്റെ അകത്തുനിന്ന് ഊരി വരാത്ത രീതിയിലൊന്ന് ലോക്കാക്കി കൊടുക്കുക. അത് 2 എണ്ണം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ഈ ഒരു റിങ് ഇങ്ങനത്തെ രീതിയിൽ 2 എണ്ണം ഇട്ട് കൊടുക്കണം. അതിന് ശേഷമാണ് നമുക്ക് ആ ഒരു ലൂപ്പ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത്. നേരത്തെ ഇട്ട ആ ഒരു റിങ് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതൊന്നും കൂടി നമുക്ക് ഓപ്പൺ ആക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ അകത്ത് ഈ ഒരു ബ്ലൂ കളർ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു ലൂപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെയും ടൈറ്റ് ആക്കി കൊടുക്കുക. ഇപ്പോൾ ടൈറ്റ് ആക്കുമ്പോൾ നല്ല രീതിക്ക് ടൈറ്റ് ആക്കണം. അത് ഇളകി പോരരുത് എന്നുള്ള രീതിയിൽ തന്നെ നല്ല രീതിക്ക് ടൈറ്റ് ആക്കണം. നേരത്തെ അങ്ങനെ ടൈറ്റ് ആക്കിയാൽ നമുക്ക് ഇത് ഇടാൻ കുറച്ച് പ്രയാസമായിരിക്കുമല്ലോ, അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം മേലത്തെ ഭാഗത്തുള്ള ആ ഒരു ഹോളിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ലൂപ്പിൻ്റെ ആ ഒരു ഹോളിൻ്റെ അകത്ത് നമ്മളൊരു ജംപ് റിങ് ഇട്ടിട്ട് അതും ഇയറിങ്ങിൻ്റെ ഹുക്കും ഇട്ടിട്ട് നമ്മൾ ആ ഒരു നെയിൽ കട്ടർ വെച്ചിട്ട് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം.